ലേസർ ലൂസർ ഒന്നും വേണ്ട, കുറെ സോണിക് വെപ്പൺ ഒന്നും വേണ്ട, എന്തെല്ലാം വെപ്പണായി ഒന്നാളെ കയ്യിലിരിക്കാൻ. ഫോണിൽ കൂടാ എനർജി കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ അടിക്കുക, നമ്മുടെ വൈഫൈക്കകത്ത് കയറി ഇരുന്ന് കഥയുണ്ടാക്കുക, എന്റെ വൈഫൈക്കകത്തോട്ട് സൈൻ ഇൻ ചെയ്തേക്ക് കഥയുണ്ടാക്കുക. സോണിയാസം കാണിക്കുന്നു. എന്താ കഥയാണോ ഉണ്ടാക്കുന്ന കഥ? കത്തുമ്പോഴേയും പിടിച്ചെടുക്കാനായിട്ട് കുറെ എണ്ണം നടക്കുക. കയ്യൊപ്പ് പണ്ട് തള്ളാറിനൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പരിചയമാ. ഇവിടെ എനിക്കതിൻ്റെ ഒന്നും കാര്യമില്ല. അത് കണ്ടവരൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ വസ്തുവും പറയുന്നു വസ്തുവും പറയും മൂക്കിലോട്ട് പുകയടിച്ച് കൊല്ലാൻ നോക്കുന്നു അവന്മാര്. എന്താ പറയും മൂക്കിനകത്തോട്ട് പുകയടിക്കുന്നത്? പ്രത്യേക എന്താ ഞാൻ പറയുന്നു നടക്കില്ല. കണ്ട പെണ്ണുങ്ങൾക്കെല്ലാം വിറ്റ് വിറ്റ് കാശ് കൊടുത്തേച്ച് അവിടെ മൂക്കിനകത്തോട്ട് പുകയടിച്ച് മുട്ട തിന്നാൻ പറ്റത്തില്ല. എല്ലാം എന്തെങ്കിലും തിന്ന ഉടനെ അറ്റാക്ക് വരും പോലും. പുക മൂക്കിനകത്തോട്ട് അടിക്കണം. മൂക്കിനകത്തോട്ട് പുതിയ ടെക്നോളജിയാണ്, ഡയറക്റ്റഡ് എനർജി വെപ്പൺ ടെക്നോളജി. ലേസർ, പിന്നെ സോണിക് വെപ്പൺ, അൾട്രാസൗണ്ട്, ഇങ്ങനെ കിഡ്നി സ്റ്റോണൊക്കെ എന്തുവാ പൊടിച്ചു കളയുന്ന സോണിക് വെപ്പൺ, അതാ അൾട്രാസൗണ്ട് ഉപയോഗിച്ചത്. കിഡ്നി സ്റ്റോണൊക്കെ പൊടി ഡാമേജ് ഉണ്ടാക്കാൻ നോക്കുക ലേസർ അടിച്ച്. പിന്നെ മുഖത്തോട്ട് പല പല വേലകളാണ്. മുഖം ഇങ്ങനെ തൂക്കുക, എന്തെല്ലാം വേലകളാ, രോഗമാണ്. പല പല രോഗവും കൊണ്ട് നടക്കുക. കഴിഞ്ഞാൽ ഫോണും പിടിച്ച് കുറെ ക്രിമിനലുകൾ ഇങ്ങനെ നടക്കുകയല്ലയോ. ബസ്സേക്കാരിയാൽ അവിടെ കോടതി ചെന്നാൽ അവിടെ ഒന്നും വേണ്ട, എല്ലായിടവും ഇങ്ങനെ നടക്കുക. കുറെ ഫോണും പിടിച്ച് കുറെ ഡയറക്റ്റഡ് എനർജി വെപ്പണായിട്ട് കുറെ ക്രിമിനൽസ്. പറഞ്ഞു തരാം ഇവന്മാർ എന്തൊക്കെയാണ്. പിന്നെ നമ്മുടെ എന്തുവാ ഇടത് കാലയിലോട്ട്, എന്റെ ഇടത് സൈഡിലോട്ടാണ് നെർവിന് ഇതാക്കിയിട്ട് സയാറ്റിക് നെർവിലോട്ട് ലേസർ അടിച്ചേച്ച് അത് നമ്മുടെ കാലിൽ നംനെസ് ഉണ്ടാക്കുക, വേദന ഉണ്ടാക്കുക. പിന്നെ മുട്ടിലോട്ട് അടിക്കുക, മുട്ട് എന്തുവാ മൊട്ടനി ട്രാൻസ്പ്ലാന്റ്, മുട്ട് പിന്നെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുക. പിന്നെ പല പല വേദനകൾ ഇവന്മാരുടെ കയ്യിൽ ഫോണുമായിട്ട് നടക്കുക. കുറെ ക്രിമിനൽസ് എവിടെ പോയാലും കുറെ പക്കാ ക്രിമിനൽസ് ഇങ്ങനെ നടക്കുക നമ്മുടെ പുറകില്. എന്താ ഇത് പണ്ട് പോലെ തുടങ്ങിയ 2018 അതിന് മുന്നേ മൊബൈലിനകത്ത് ലൈറ്റൊക്കെ പിടിച്ച് നീ അടക്കമാണ് ഈ പാതിരാത്രിക്കെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് അവൻ മൂത്രമൊഴിക്കാൻ പോയി. അനുസരിച്ച് നീ നിന്റെ വീടിന്റെ പരിസരത്തന്നെയാണോ നീ മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്നത്? നീ എടുത്തോളാ പോച്ചമയൊക്കെ മൂത്രമൊഴിക്കത്തുള്ളോ? നീ എന്തുവാടാ കള്ളത്തരം പറയുന്നത്? ഇപ്പൊ ഞാൻ നീ എന്തുവാ നിങ്ങൾ അടിച്ചു പോയിട്ട് എന്റെ വല്ല മോട്ടിച്ചോണ്ട് പോകാമെന്നാണോ ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞോണ്ട്? അപ്പൊ എന്റെ കയ്യിൽ ചൂടിച്ചില്ലല്ലോ, എന്റെ കയ്യിൽ ചൂടിച്ചില്ലല്ലോ. അവിടെ ആ സത്യസന്ധമായ മറുപടി വന്നു. അപ്പം വേറെ ഞാൻ വന്നത്, പിന്നെ ആ മനസ്സിലായത് വേറെ ഞാൻ വന്നതെന്ന്. പിന്നെ ചില വീടുകളിൽ 11 എല്ലാ ലൈറ്റും ഒന്ന് ഓഫായി. അന്നേരം എന്റെ മനസ്സിൽ കത്തി ഈ ലൈറ്റ് ഓഫ് ആവാതെ ശരിയുള്ള ലൈറ്റ് ഓഫ് ആവാനല്ലല്ലോ. ഒരു വീടിന്റെ മുഴുവൻ ലൈറ്റും കൂടെ ഒറ്റ അടിക്കല്ലേ അണക്കലെന്ന് വെച്ച് ഞാൻ അറിയാം വരുന്നുണ്ടല്ലോ അവനൊന്ന്. ഇത് ചിലരൊക്കെ തിരക്കാ ക്യാമറയ്ക്കകത്ത് അവനെ പതിഞ്ഞോന്ന്, ക്യാമറയ്ക്കകത്ത് അവനുണ്ടോന്ന്, അവനെ പതിഞ്ഞോന്ന്. ഇങ്ങനെ വെള്ളത്തിനകത്തും മറ്റേനകത്തും എല്ലാം കലക്കി സിജുപി ഇങ്ങനെ നടക്കുക. ഇപ്പൊ സ്വത്തും എല്ലാം ഇങ്ങനെ വിറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് സ്വത്തും എല്ലാം ഇങ്ങനെ വിറ്റ് ഏതോ പെണ്ണുങ്ങൾക്ക് പോലെ ഇങ്ങനെ നടക്കുക. എന്റെ 66 പവനുണ്ട് ഇനി അവൻ തരാനിട്ട്. 66 പവനും പിന്നെ കുറെ പെണ്ണുങ്ങൾക്കെല്ലാം കൊടുത്തിങ്ങനെ അവൻ നടക്കുക. ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് കൂടെ പായിരുന്നു ജോലി. ഇപ്പൊ പണ്ട് പോലെ പെണ്ണുങ്ങൾക്ക് കൂടെ പായിരുന്നു. എന്റെ കുട്ടന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വരുന്നുണ്ട്. കുട്ടന്റെ അമ്മ, കുട്ടൻ ഒരു ഡിവോഴ്സ് കേസുമായിട്ട് ഒരവൻ കുട്ടന്റെ അമ്മ വരുന്നുണ്ട്. കുട്ടന്റെ അമ്മ പോവാ കുറ്റിത്തടിമണി പോകും. കുറ്റിത്തടിമണി പോകും അവിടുന്ന്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവൻ അവിടെ വരും കുറ്റിത്തടിമണി. ആ അവനൊരു വിസിറ്ററായി. കുറെ പേര് ഇങ്ങനെ വിസിറ്റ് ചെയ്തു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട്. വരിക സോണിക്ക് വെപ്പൺ ഒന്നും വേണ്ട, കുറെ വെപ്പണുമായിട്ട് നടക്കുക. കുറെ ആൾമാര് ഫോണിനകത്ത് കുറെ വെപ്പണുമായിട്ട് ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറഞ്ഞാൽ തൊഴിലും മേഖലയിലൊക്കെ 10ാം ക്ലാസ് കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവന്മാർ എന്തുവാ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പ് മാറ്റാൻ നോക്കുക, പല പല വേലകളാ ഇങ്ങനെ. പിന്നെ കിഡ്നിയിലോട്ട് അടിക്കുക, കിഡ്നിയിലോട്ട് അടിച്ച് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഭൂതം പോലെ ഇങ്ങനെ ആക്കുക. വാട്ടർ റിട്ടൻഷൻ നമ്മുടെ ദേഹത്തു നിന്നുള്ള കിഡ്നി വാട്ടർ ഫിൽറ്റർ ചെയ്യാതെ നമ്മുടെ ദേഹം ഇങ്ങനെ വീഴ്ത്തുക, വെള്ളമെല്ലാം കൂടെ കെട്ടി. ഇതാ ഒരു പരിപാടി ഇവന്മാരുടെ. അപ്പം കുറഞ്ഞ കാല് പിന്നെ
സാത്താൻ സേവ ഇവളുമാരൊക്കെ ഒത്തിരി കൂടോത്രമായിട്ടൊക്കെ നടക്കുന്നവരുമാർ ഇങ്ങനെയുള്ളവന്മാർ. ഇത് നമ്മൾ അതിന്റെ കൂട്ടത്തിലുള്ളതായിരുന്നു അവരുടെ പേര് ജോളിമോള്. അവർക്ക് സപ്പോർട്ടില്ലാതെ 7 പേരെ കൊല്ലാതെ പോകും. അവർക്ക് ഇതിന് സപ്പോർട്ട് ഉണ്ട്. 7 പേരെ കൊല്ലണമെങ്കിലേ അവർക്ക് സപ്പോർട്ട് ഉണ്ട്. അതല്ലേ അയാളെ NIATയിലും എല്ലാം കയറി ടാഗൊക്കെ ഇട്ട് വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് ചില കല്ലികളൊക്കെ പ്രൊഫസറാകാന്നൊക്കെ പറഞ്ഞ് പോയി ചുമ്മാതാ. ഒരു കുന്തവും കാണത്തില്ല. നിങ്ങൾ നടക്കുക പ്രൊഫസറാ മറ്റേതാ മറിച്ചേതാ അങ്ങനെ ഇങ്ങനെ കുന്തവാ കുറച്ചൊക്കെ ഞാനും മാടയാ കോടയാണ്. ഒരു മാടയല്ല കോടയാണ്. ഇവന്മാർക്ക് ഇങ്ങനെ കുറെ പോയി ഇങ്ങനെ കയറിയിരിക്കാവുന്ന കല്ലികളാണ് ഇവന്മാരുടെ കൂടെ ഉള്ളവരെയൊക്കെ ഇങ്ങനെ കൊന്നുവന്ന് ഇങ്ങനെ ഇവന്മാരുടെ കൂടെ ഉള്ളവരുടെ ചെറിയ നോക്കിയാൽ മതി. ഇവളുമാരുടെ കൂടെ ഉള്ളവരെ ഇവർ കൊല്ലും. ഭർത്താവിനെ അങ്ങനെയുള്ളവരെയും ഭർത്താവിന്റെ അമ്മായിയപ്പനെ അമ്മായിയമ്മ എന്നുള്ളവരെയൊക്കെ ഇങ്ങനെ കൊന്നുവന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആരുണ്ടോ അവൾമാരെ സൂക്ഷിച്ചോണം. അങ്ങനെയുള്ളവളുമാരാണ് ഇവന്മാര്. വലിയ നല്ല പുള്ളകളായിട്ടാണ് ചമയുന്നത്. അതുപോലെ അവിടെ അയ്യോ ജോളിമോടെ കാര്യം ഇവള് വലിയ കൊലപാതകിയെന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാരും അയ്യോ കൊലപാതകിയോ എല്ലാവർക്കും അത്ഭുതം. അത്ര അങ്ങനെ പുറമെ അകമേ നമുക്ക് പണ്ട് ആൾക്കാർ പറഞ്ഞ പോലെ ചക്കയല്ലല്ലോ ചുഴഞ്ഞു നോക്കാനേ. കല്ലികളുടെയൊക്കെ അകം കാണണമെങ്കിൽ ഈശ്വരനെ അറിയത്തുള്ളൂ. ഈശ്വരന് മാത്രമേ കാണാൻ പറ്റൂ. ഈ മുതുകല്ലികളുടെ അകം കല്ലികളാണ്. അതാ കല്ലികളും കള്ളമാരും